എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ താലൂക്കിൽ തിരുവൻവണ്ടൂർ പഞ്ചായത്തിലെ വനവാതുക്കര പ്രദേശത്തിൽ കുടികൊള്ളുന്ന ക്ഷേത്രമാണ് വനവാതുക്കര ശ്രീ മഹാദേവ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ജീവനക്കാരനായ സുരേഷ് കുമാർ വളരെയേറെ ആത്മാർത്ഥതയോടുകൂടി ഒരു പുണ്യകർമ്മം ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പുരാണങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രാവുകൾക്ക് ധാന്യങ്ങൾ കൊടുക്കുന്നത് വളരെ സവിശേഷവും പുണ്യവുമാണ്. അതും ഈ അമ്പലത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നത് വളരെയേറെ നല്ല കാര്യമാണ്. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്വന്തമായിട്ടുള്ള എടുത്ത തീരുമാനമാണെന്നും ഇതിൻ്റെ എല്ലാ ചെലവും അദ്ദേഹം തന്നെയാണ് വഹിക്കുന്നതെന്നും പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് ഡയറക്റ്റ് കേൾക്കാം. ഒരു പ്രാവിന് അരി കൊടുത്ത് തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം 2000-ഓളം പ്രാവ് രാവിലെ 6 മണിക്ക് അവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് അവിടെ ഒന്നും ഇരിക്കാതെ പോവുകയും ചെയ്യും. ഇത് കഴിക്കാൻ വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി മാത്രം അവിടെ രാവിലെ വരുന്നതാണ്. അത് സ്വന്തമായിട്ട് നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. 15 കിലോ ധാന്യങ്ങളാകും കൊടുക്കുന്ന. ഒരു 15 കിലോ അരി 2 ബേസിനാണ് ദിവസവും കൊടുക്കുന്നത്. വളരെയേറെ കൗതുകകരവും അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ ഒരു കാര്യം വർഷങ്ങളായിട്ട് ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. ഇത് നിരവധി ആൾക്കാർ 6 മണിയാകുമ്പോൾ തൊഴുന്ന ആൾക്കാർ കാണുന്ന ഒരു കാര്യമാണ്. വളരെയേറെ ദൂരത്തിൽ നിന്ന് തന്നെയാണ് ഈ ഒരു പ്രാവുകൾ വരുന്നതും വന്നിട്ട് അവിടെങ്ങും ശല്യം ഉണ്ടാക്കാതെ തിരിച്ച് അതേപോലെ തന്നെ പോകുന്നതുമാണ്. ഇവിടുത്തെ 2 ബേസാണ് ഒരു ദിവസം കൊടുക്കുന്നത്. ഒരു പ്രാവിൽ നിന്ന് തുടങ്ങിയതാണ് ഇത്രയും പ്രാവ്. ഇത് രാവിലെ 6 മണിയാകുമ്പോൾ ദിവസം ഇത് വന്നിട്ട് കഴിച്ചിട്ട് തിരിച്ച് ഇതെല്ലാം ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ പോവുകയും ചെയ്യും. ശ്രീ സുരേഷ് കുമാർ ക്ഷേത്രകലയായ തകിൽ വർക്കല ക്ഷേത്രകലാപീഠത്തിൽ നിന്നും ആണ് പഠിച്ചത്. നാദസ്വര കച്ചേരികളിലും അതുപോലെ തന്നെ ഫ്യൂഷൻ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉത്തരവാദിത്വത്തോടുകൂടിയും ഭംഗിയായിട്ടും ഫ്യൂഷൻ സോങ്സ് വിവാഹ ചടങ്ങുകളിൽ നടത്തുന്നതാണ്. കൂടാതെ ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കാൻ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം, എല്ലാവരിലും എത്തിക്കണം, കാണണം. അടുത്തുള്ള അമ്പലങ്ങളിൽ നിന്നും അല്ലാതെയും വളരെ ദൂരത്തു നിന്നും എല്ലാം പ്രാവുകൾ കൃത്യമായിട്ടും രാവിലെ 6 മണിക്ക് ഇവിടെ എന്നും എത്തുന്നതാണ്. അതുപോലെ തന്നെ വെള്ളയും അതുപോലെ കാണാത്ത നിറത്തിലുള്ളതും പ്രത്യേകതയുമായിട്ടുള്ള പ്രാവുകളുമുണ്ട്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ. എല്ലാവിധ ആശംസകളും. ഇനിയും നിരവധി പ്രാവുകൾ വരട്ടെ. എല്ലാ ദിവസവും കൊടുക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.